ഉലൂഹിയത്തിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പല സഹോദരങ്ങളും ചോദിച്ച ഒരു ചോദ്യമാണ്, ബലിമൃഗത്തിൻ്റെ മാംസത്തിൽ നിന്ന് അമുസ്ലിമീങ്ങൾക്ക് നൽകാൻ പറ്റുമോ എന്ന്. സ്വാഭാവികമാണ് ഇങ്ങനെ ഒരു സംശയമുണ്ടാവുക എന്നത്. കാരണം ഒരു ബഹുസ്വര സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളുമൊക്കെ ഇടകലർന്ന് ജീവിക്കുമ്പോൾ മുസ്ലിമീങ്ങൾക്കിടയിൽ മാത്രം വിതരണം ചെയ്യപ്പെടുകയും അമുസ്ലിമീങ്ങൾക്ക് നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതൊരു പ്രയാസം തന്നെയാണ്, നമുക്കറിയാം. അപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വിഷയം നമ്മൾ പരിശോധിക്കുമ്പോൾ ബലിമൃഗത്തിൻ്റെ മാംസത്തിൽ നിന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ മാത്രമേ വിതരണം ചെയ്യപ്പെടാൻ പാടുള്ളൂ, അമുസ്ലിമീങ്ങൾക്ക് അതിൽ നിന്ന് ഒന്നും നൽകാൻ പാടില്ല എന്നറിയിക്കുന്ന ഒന്നും വിശുദ്ധ ഖുർആനിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലോ നമുക്ക് കാണാനേ സാധ്യമല്ല. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിൽ ഒരു കാര്യം ഹറാമാകണമെങ്കിൽ വളരെ വ്യക്തമായ തെളിവ് ആവശ്യമാണ്, ഖണ്ഡിതമായ തെളിവ് ആ വിഷയത്തിൽ ഉണ്ടാകണം. ഷാഫി മദ്ഹബിൽ ഈ വിഷയത്തിൽ വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് മഹാനായ ഇമാം നവവി റഹിമഹുല്ല പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഷാഫി മദ്ഹബിലെ പ്രാമാണിക ഗ്രന്ഥങ്ങളിലൊന്നാണ് ശറഹുൽ മുഹദ്ദബ്. ശറഹുൽ മുഹദ്ദബിൽ മഹാനായ ഇമാം നവവി റഹിമഹുല്ല ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ആരാണ് ഇമാം നവവി റഹിമഹുല്ല എന്ന് നിങ്ങൾക്കറിയാം. ഷാഫി മദ്ഹബിൽ ഷെയ്ഖാനി എന്ന സാങ്കേതിക പ്രയോഗത്തിൽ, അതായത് രണ്ടാചാര്യന്മാർ എന്ന് പറയുമ്പോൾ അതിലൊരാചാര്യനാണ് മഹാനായ ഇമാം നവവി റഹിമഹുല്ല. രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന വളരെ പ്രഗത്ഭനായ ഇമാം നവവി റഹിമഹുല്ല ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഷറഹുൽ മുഹദ്ദബ് എന്ന ഗ്രന്ഥത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകത, മറ്റുള്ള മദ്ഹബുകളുടെ എല്ലാം വീക്ഷണങ്ങൾ എടുത്തുദ്ധരിക്കുകയും എന്നിട്ട് അതിനെ നിരൂപണ വിധേയമാക്കി ഷാഫിഈ മദ്ഹബിൻ്റെ അഭിപ്രായം ആ വിഷയത്തിൽ സമർത്ഥിക്കുന്ന രീതിയാണ് മഹാനായ ഇമാം നവവി റഹിമഹുല്ല ഷറഹുൽ മുഹദ്ദബ് എന്ന ഗ്രന്ഥത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ആ ഗ്രന്ഥം വായിച്ചവർക്കറിയാം, ഓരോ മദ്ഹബുകളുടെയും വീക്ഷണങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് അത് അവസാനിപ്പിക്കുമ്പോൾ ഇമാം നവവി റഹിമഹുല്ല പറയും, ഫമദ്ഹബുന, ഈ വിഷയത്തിൽ നമ്മുടെ വീക്ഷണം ഇതാണ്, അതല്ലെങ്കിൽ വഖാല അസ്ഹാബുന, ഈ വിഷയത്തിൽ നമ്മുടെ അസ്ഹാബ്, നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞ നിലപാട് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുക. അപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഉലൂഹിയത്തിൻ്റെ ബാബിൽ അദ്ദേഹം പറയുകയാണ്, മഹാനായ ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ല, അതേപോലെ തന്നെ മഹാനായ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല, അതേപോലെ ഇമാം അബൂ സൗർ റഹിമഹുല്ല, ഇവരൊക്കെ ഉലൂഹിയത്തിൻ്റെ മാംസത്തിൽ നിന്ന് അമുസ്ലിമീങ്ങൾക്ക് നൽകൽ അനുവദനീയമാണ് എന്ന അഭിപ്രായക്കാരാണ്. എന്നാൽ ഇമാം മാലിക് ആകട്ടെ പ്രഥമമായ പരിഗണന, അതല്ലെങ്കിൽ മുഖ്യമായ പരിഗണന മുസ്ലിമീങ്ങൾക്ക് നൽകണം എന്ന അഭിപ്രായക്കാരനുമാണ്. ഇതൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം മഹാനായ ഇമാം നവവി റഹിമഹുല്ല പറയുകയാണ്, വലം അറ ലി അസ്ഹാബിന കലാമൻ ഫീഹി, എന്ത് ഷാഫി മദ്ഹബിൻ്റെതായി ഈ വിഷയത്തിൽ എടുത്തു പറയത്തക്ക അഭിപ്രായങ്ങളൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അതല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വമുഖ്തലൽ മദ്ഹബി, മദ്ഹബിൻ്റെ പൊതുവായ അടിസ്ഥാനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അന്നഹു യജൂസു ഇത്ആമുഹും മിൻ ഉലൂഹിയത്തി തതവ്വുഇ, ഐച്ഛികമായ, അതായത് ബലിപെരുന്നാളിൻ്റെ സുദിനങ്ങളിൽ ഈ നിർവഹിക്കുന്ന ഐച്ഛികമായ ഉലൂഹിയത്ത്, ഈ ബലികർമ്മം, അതിൻ്റെ മാംസത്തിൽ നിന്ന് അമുസ്ലിമീങ്ങളെ ഭക്ഷിപ്പിക്കൽ, അവർക്ക് നൽകൽ അനുവദനീയമാണ് എന്നതാണ് മൊത്തത്തിൽ ഷാഫി മദ്ഹബിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ദൂനൽ വാജിബ, നിർബന്ധമായ ബലികർമ്മം ഒഴികെ, നേർച്ചയെപ്പോലെ നിർബന്ധമായ ബലികർമ്മം ഒഴികെ, എന്നാൽ ഐച്ഛികമായ ഈ ഉലൂഹിയത്ത് അത് അമുസ്ലിമീങ്ങൾക്ക് നൽകൽ അനുവദനീയമാണ്. ആരാ പറഞ്ഞത്? ഷാഫി മദ്ഹബിലെ വളരെ പ്രഗത്ഭനായ ഇമാം നവവി റഹിമഹുല്ല. ഷാഫിഈ മദ്ഹബിൽ ഉലൂഹിയത്ത് വാജിബല്ല, മറിച്ച് പ്രബലമായ സുന്നത്ത് മാത്രമാണ്. അത് ശറഹുൽ മുഹദ്ദബിൽ തന്നെ ഇമാം നവവി റഹിമഹുല്ല വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായി നമുക്ക് ഈ വിഷയം മനസ്സിലാക്കാൻ പറ്റും. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ മറ്റൊരു ഇമാമാണ് ഇബ്നു ഖുദാമ അൽ മഖ്ദസി റഹിമഹുല്ല. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അൽ മുഗ്നി. ആ ഗ്രന്ഥത്തിൽ ഉലൂഹിയത്തിൻ്റെ ബാബിൽ അദ്ദേഹം ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. മഹാനവറുകൾ പറയാണ്, വയജൂസു അയ്യുത്ഇമ മിൻഹാ കാഫിറ, ഉലൂഹിയത്തിൻ്റെ മാംസത്തിൽ നിന്ന് അമുസ്ലിമീങ്ങളെ ഭക്ഷിപ്പിക്കുക എന്നത്, അവർക്ക് നൽകുക എന്നത് അനുവദനീയമാണ്. കാരണം എന്താണ്? ലി അന്നഹു സദഖത്തു തതവ്വുഇൻ, അത് ഐച്ഛികമായ ദാനമാണ്. ഐച്ഛികമായ ദാനം അമുസ്ലിമീങ്ങൾക്ക് നൽകൽ അനുവദനീയമാണ്. ഫജാസ ഇത്ആമുഹ അദ്ദിമ്മിയ വൽ അസീർ, എന്നിട്ട് വീണ്ടും അദ്ദേഹം ചർച്ച ചെയ്യുകയാണ്, അതിൽ നിന്ന് നൽകൽ, ഭക്ഷിപ്പിക്കൽ അനുവദനീയമാണ്. അദ്ദിമ്മിയ, ദിമ്മി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന അമുസ്ലിം പൗരൻ, അതേപോലെ വൽ അസീർ, യുദ്ധസമയത്ത് ബന്ധനസ്ഥരായി പിടിക്കപ്പെടുന്ന ആളുകൾ, അവരൊരു പക്ഷേ മുസ്ലിമീങ്ങളാകാം, അവർക്കൊക്കെ എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് നൽകാവുന്നതാണ്. കസായിരി സദഖത്തി അത്തതവ്വുഇ, മറ്റുള്ള ഐച്ഛികമായ ദാനധർമ്മങ്ങളെ പോലെ തന്നെ. ഇത് അൽ മുഗ്നി എന്ന ഗ്രന്ഥമെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ വിഷയത്തിൽ ഷാഫിഈ മദ്ഹബിലെ പിൽക്കാരക്കാരായ ചില പണ്ഡിതന്മാരാണ് സങ്കുചിതമായ നിലപാട് സ്വീകരിച്ചത്. അവരുടെ അഭിപ്രായങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൻ്റെയോ പ്രവാചക ചര്യയുടെയോ പിൻബലം ഇല്ല എന്ന് നമുക്ക് തീർത്തു പറയാൻ കഴിയും. ഇനി നോക്കൂ നിങ്ങൾ,
ആധുനിക സലഫി പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ വിശാലമായ കാഴ്ചപ്പാട് സ്വീകരിച്ച ആളുകളാണ്. മഹാനായ ഇബ്നു ബാസ് റഹിമഹുള്ളയോട് ഈ വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഐച്ഛികമായ ദാനധർമ്മങ്ങളും അതേപോലെ ഉലൂഹിയത്തിന്റെ മാംസത്തിൽ നിന്നുമൊക്കെ അമുസ്ലിമീങ്ങൾക്ക് നൽകുകയും അവരെ ഭക്ഷിപ്പിക്കുകയും ചെയ്യൽ അനുവദനീയമാണ് എന്ന്. മാത്രമല്ല, സൗദിയിലെ ഉന്നതമായ പണ്ഡിത സഭയാണ് ലജ്നത്തു ദായിമ. ആ ലജ്നത്തു ദായിമയോട് ഈ വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ അവർ കൊടുത്ത മറുപടിയും ഐച്ഛികമായ ദാനധർമ്മമാണ് ഉലൂഹിയത്ത് എന്നത്. അത് അമുസ്ലിമീങ്ങൾക്ക് നൽകൽ അനുവദനീയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ അയൽവാസികൾ, അതേപോലെ തന്നെ നമ്മുടെയുമായി ബന്ധത്തിൽപ്പെട്ട ആളുകൾ, അവർക്കൊക്കെ നൽകൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുംതഹനയിലെ 8-ാമത്തെ വചനം അതിന് തെളിവായി ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ആ വചനത്തിൽ അല്ലാഹ് പറഞ്ഞത്? ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും. നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ ആട്ടിപ്പുറത്താക്കാത്ത, നിങ്ങളുടെ മതത്തിൽ നിങ്ങളോട് മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത അമുസ്ലിമീങ്ങളായ ആളുകൾ, അവരുടെ വിഷയത്തിൽ അള്ളാഹു നിങ്ങളോട് വിലക്കുന്നില്ല. എന്ത്? അൻ തബറൂഹും, അവർക്ക് പുണ്യം ചെയ്യുന്ന വിഷയത്തിൽ, വതുഖ്സിതു ഇലൈഹിം, അവരോട് നീതിയോടുകൂടെ വർത്തിക്കുന്ന കാര്യത്തിലും. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവനാകുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ആ വിഷയം സമർത്ഥിക്കുന്നത്. വേറെയും പല തെളിവുകളും ആ വിഷയത്തിൽ അവർ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ ഷാഫിഈ മദ്ഹബ് ഉൾപ്പെടെ സലഫികളും ഹനഫികളും ഹംബലികളും എല്ലാവരും പറയുന്നു എന്ത്? അമുസ്ലിമീങ്ങൾക്ക് ബലിമൃഗത്തിൻ്റെ മാംസത്തിൽ നിന്ന് നൽകൽ അനുവദനീയമാണ് എന്ന്. അത് തന്നെയാണ് നല്ല സമീപനം. പ്രത്യേകിച്ച് നമ്മുടെ നാട് ഒരു ബഹുസ്വര സമൂഹമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഇടകലർന്ന് ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് പല പ്രദേശങ്ങളിലും മുസ്ലിം വീടുകളോ അമുസ്ലിം വീടുകളൊക്കെ സഹവർത്തിത്വത്തോടുകൂടെ ഇടകലർന്ന് ജീവിക്കുമ്പോൾ, അവിടെ മാംസം വിതരണം ചെയ്യപ്പെടുമ്പോൾ അമുസ്ലിമീങ്ങളെ കൂടെ പരിഗണിക്കുക എന്നത് അത് തന്നെയാണ് നമുക്ക് നല്ലത്. അത് തന്നെയാണ് ഈ വിഷയത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മറിച്ച് അത് പാടില്ല എന്ന് പറയാൻ പറ്റുന്ന തെളിവുകളൊന്നും പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ സാധ്യമല്ല എന്നതാണ് ഈ വിഷയത്തെ വളരെ നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ആളുകളോട് സൂചിപ്പിക്കുവാനുള്ളത്. ഇത് ഒരു വലിയ ചർച്ചയായി അനാവശ്യമായ ചർച്ചകളിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല. മറിച്ച് ഇസ്ലാമിക പ്രമാണങ്ങൾ ഓരോ വിഷയത്തിലും എന്താണോ പറയുന്നത് അവിടെ നിൽക്കുക എന്നത് മാത്രമാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. വല്ലാഹു അലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.